ഹായ് കൂട്ടുകാരേ, എല്ലാവരും ആയോ? ഇന്നേ നമുക്ക് 2 ഉരുളൻകിഴങ്ങ് അങ്ങോട്ട് എടുത്തിട്ട് അതൊന്ന് എളുപ്പത്തിലാണ് വറുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം അതിന് വായോ. അപ്പം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉരുളക്കിഴങ്ങിനെ അങ്ങോട്ട് നീളത്തിൽ നമ്മൾ മറ്റേ വറവുണ്ടാക്കില്ലേ അതേ രൂപത്തിൽ അങ്ങോട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം കഴുകിക്കോളാം. അതിനൊരു കറി ഉണ്ടാവും. അതുപോലെ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി എടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കണത് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, അതും പിന്നെ ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ മാവായിട്ട് ചേർക്കണത് ഒരു കയ്യിൽ നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി, അത് രണ്ടും ഇട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർത്താലും കുഴപ്പമില്ല. അതും കൂടിയിട്ട് നല്ലോണം മിക്സാക്കി ഒരു ലേശം നേരം വെച്ചോ, ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് നമ്മുടെ ഓയിൽ ഒഴിക്കുക, ഫ്രൈ പാനിൽ ഓയിൽ ഒഴിക്കുക. നല്ലോണം തിളയ്ക്കുമ്പോൾ ഇതിനെ ഓരോന്നിനും എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് മൊരിച്ചിങ്ങിട്ട് എടുക്കുക, തിരിച്ചു മറിച്ചുവിട്ട് പെട്ടെന്ന് തന്നെ കരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവില്ല. അപ്പോൾ തീയെ ഒന്ന് സിമ്മും ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചൂടോട് കൂടി കഴിക്കാൻ സോസാ ചമ്മന്തി എന്തെങ്കിലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സാധനം കേട്ടോ. 4 മണിക്ക് നമ്മൾ ചായ അടപ്പത്ത് വെച്ചാൽ ആ നേരം കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറക്കലില്ലോ എന്നെന്നും പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കൂട്ടരെ. അപ്പം നമ്മളെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.